പൈക്ക് എഫക്ട് എന്താന്ന് കേട്ടിട്ടുണ്ടോ? പണ്ടൊരു എക്സ്പെരിമെന്റിൽ പൈക്ക് ഫിഷിനെ ഒരു അക്വേറിയത്തിന്റെ ഒരു സൈഡിലിട്ടു, കുറെ കുട്ടി കുട്ടി മീനിനെ അടുത്തൊരു സൈഡിലിട്ടിട്ട് നടുക്ക് ഒരു ഗ്ലാസ് കൊണ്ട് സെപ്പറേറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ ഈ പൈക്ക് ഫിഷിന് കുട്ടി മീൻ എന്ന് പറയുമ്പോഴേക്കും അതിന്റെ ആഹാരമാണല്ലോ, അത് ഒത്തിരി ട്രൈ ചെയ്തു, ഗ്ലാസ്സിൽ വന്ന് ഇടിച്ചു, പക്ഷെ ഗ്ലാസ് പൊട്ടുന്നില്ല, അതിന് കുറെ ഹേർട്ടായി. പക്ഷെ സ്റ്റിൽ അത് കുറെ വട്ടം ശ്രമിച്ചു. പക്ഷെ കുറെ കഴിഞ്ഞപ്പോഴേക്കും പൈക്ക് ഫിഷിന് മനസ്സിലായി ആ ഗ്ലാസ് കടന്നു പോകാൻ പറ്റത്തില്ല എന്ന് മനസ്സിലായിട്ട് അത് അതിന്റെ ശ്രമങ്ങളെല്ലാം നിർത്തി. ആ സമയത്ത് ഇവർ ഈ ഗ്ലാസ് എടുത്തങ്ങ് മാറ്റി. പക്ഷെ മാറ്റിക്കഴിഞ്ഞും ഈ കുഞ്ഞു കുഞ്ഞു ഫിഷ് എല്ലാം കൂടി പൈക്ക് ഫിഷിന് ചുറ്റും വന്ന് കഴിഞ്ഞിട്ടും ഇത് ഒന്നിനെയും കൊന്നില്ല, ഒന്നിനെയും കഴിച്ചില്ല. അങ്ങനെ പട്ടിണി കിടന്ന് ആ പൈക്ക് ഫിഷും മരിച്ചു പോകും, ചത്തുപോകും. സോ ഇത് സംടൈംസ് ആക്ച്വലി ടോക്ക് അബൌട്ട് അസ് ഓൾസോ. നമ്മളും ലൈഫിൽ കുറച്ച് ഫെയിലിയേഴ്സിനപ്പുറം, കുറച്ച് റിജക്ഷൻസ്, കുറച്ച് ഹേർട്ട് എല്ലാം നടന്നതിന് ശേഷം വി സ്റ്റോപ്പ് ട്രൈയിങ്. അത് നമ്മൾ ക്യാപ്പബിൾ അല്ലാത്തത് കൊണ്ടല്ല. Our mind has learned some limits that are not real anymore. ആ ഒരു ചില്ല് കഷ്ണത്തിനെ, നമ്മളുടെ ലൈഫിലെ ആ ഒരു ചില്ല് കഷ്ണത്തിനെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട സമയമായില്ലേ? What do you think?